ഹായ് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും ഋക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് നടിയിലാട്ടോ. നടിയിൽ നടൽ പൂക്കളം നടന്ന് കാണിക്കും, പച്ചക്കറി കാണിക്കും. ഇന്ന് ഞാൻ കാണിക്കുന്നത് പച്ചക്കറിയാണല്ലോ. അപ്പോൾ നല്ല സമയ പച്ചക്കറി അങ്ങ് നട്ട് നനച്ചാൽ കൊടുത്ത് വളം ചെയ്താൽ ഉണ്ടാവുമല്ലോ, ഉഷാറിലും ഇങ്ങോട്ടുണ്ടാവും. അപ്പം ഞാൻ ഇന്ന് നടുന്നത് കാബേജ് എന്ന് പറഞ്ഞാൽ ഒരു ശീതകാല പച്ചക്കറി ആണെങ്കിലും കാബേജ് എല്ലാ സമയത്തും ഉണ്ടാവും. അത് ഞാൻ ഉണ്ടാക്കി വിളവെടുത്തതാ, അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം. എനിക്ക് എപ്പം കാബേജ് ഉണ്ടാവും. അപ്പം എനിക്ക് എവിടുന്നാണ് തൈ കിട്ടുന്നതെന്ന് എല്ലാവരും ചോദിക്കുക എന്നോട്. അപ്പം ഇന്ന് ഞാൻ നല്ലൊരു കാബേജ് വിളവെടുക്കും. പിന്നെ ഞാൻ പുതിയ കാബേജ് ഞാൻ നടും. എൻ്റെ തൈ എവിടുന്നാ കിട്ടിയെന്ന് ഞങ്ങൾ കാണിച്ചു തരും. എല്ലാം ഇന്നത്തെ വീഡിയോയിലുണ്ട്. ലാസ്റ്റ് വരെ നിങ്ങളൊന്ന് കണ്ടു നോക്കണ്ടേ. എൻ്റെ പോട്ടി മിക്സ് നിങ്ങൾക്ക് കാണാം, ഉണ്ടായതും കാണിക്കുക, എല്ലാം കാണിക്കുക. എന്നാൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ല. നിങ്ങൾക്കും അതുപോലെ ചെയ്യുക. പണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു, തൈ കിട്ടുന്ന കാര്യം. പിന്നെയാണ് മനസ്സിലായത്. അപ്പം എൻ്റെ പ്രിയപ്പെട്ടവർക്കും എന്നെപ്പോലെ അറിയാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ. എന്നിട്ട് വെറുതെ കളയണ്ടല്ലോ തൈകൾക്ക് എന്താ പൈസ, നമുക്ക് നഴ്സറിയിലൊന്നും പോണ്ട, നമ്മളെ മുറ്റത്ത് തന്നെ ഉണ്ടാവും. എന്നാ വരി നമുക്ക് അതെല്ലാം കാണാലോ. ഇതാണ് ഞാൻ നട്ട കാബേജ്. എല്ലാ കാബേജും ഒരേ പ്രായക്കാരല്ല കേട്ടോ. ഒരു കാബേജ് വിളവെടുത്ത് കഴിഞ്ഞാൽ അതിമ തൈ ഉണ്ടായി നട്ടിട്ട് വേറെ കാബേജ് തൈ ഉണ്ടാക്കുന്നതിന്. അതുകൊണ്ട് ഇതെല്ലാം ഒരേ പ്രായക്കാരല്ല. കണ്ടുണ്ടായത് കാബേജ് ഉണ്ടായത് കണ്ടോ, നല്ല ഉഷാറാ. ഇതിന്റെ ഈ ഇലയും നമുക്ക് വിളവെടുത്തിട്ട് തോരൻ ഉണ്ടാക്കാം, നല്ല ടേസ്റ്റാ. പിന്നെ പ്രത്യേകമായിട്ട് പറയേണ്ടത്, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കാബേജ് ഇല്ലേ, ആ കാബേജിന്റെ ടേസ്റ്റ് അല്ല ഇതിനൊരു സൂപ്പർ ടേസ്റ്റാ. ഇത് മാത്രം മതി നമുക്ക് ചോറ് തിന്നാൻ. എന്തെങ്കിലും ചെറിയ പൊട്ടും കിട്ടിയാൽ മതി, വേറെ എന്തെങ്കിലും മീനിൻ്റെയോ അതിൻ്റെ. അപ്പം നമുക്ക് ഇതാ കാബേജൊക്കെ കണ്ടില്ല ഉഷാറായത്. ഞാൻ ഇന്ന് കാബേജ് വിളവെടുക്കുന്നില്ല. ഞാൻ വിളവെടുത്ത കാബേജിന്റെ കുറ്റി കാണിച്ചു തരാം കേട്ടോ. കാരണം വെറുതെ ഞാൻ ഇതിനെ വിളവെടുത്ത് കളയുന്നെന്ന് വിചാരിച്ചിട്ടാ. മൂപ്പെത്തിയ ഇവിടുന്ന് എന്തൊക്കെ എൻ്റെ ഫ്രിഡ്ജാ. രാവിലെ അങ്ങോട്ട് വരും, എന്തൊക്കെയാണ് ഞാൻ നടേണ്ടത്, അല്ല എന്തൊക്കെയാണ് ഞാൻ വിളവെടുത്ത് കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഒരുങ്ങുന്നത്. ഇതൊക്കെ പഴുത്തു പോയിട്ടോ, ഇതൊന്നും വിളവെടുക്കാനായില്ല, സമയം തെറ്റിപ്പോയി. ഇനി ഞാൻ വിളവെടുത്തതിൻ്റെ കുറ്റി കാണിച്ചു തരാം. ഇതെന്താണെന്നറിയോ, ഇത് ഞാൻ വേറൊരു കാബേജ് നട്ട ആളായി വരിക. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എല്ലാ മാസവും കാബേജ് വിളവെടുക്കാനുണ്ടാവുന്നുള്ളൂ. ഇത് അങ്ങനെ കാബേജ് ഉണ്ടായി വരുന്നേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ തൈയൊക്കെ എവിടുന്നാ കിട്ടുന്നത് ഞാൻ സ്പോട്ടിൽ ലൈവായിട്ട് കാണിക്കാം. ഈ കാബേജ് നോക്കി, ഇത് ഞാൻ വെർട്ടിക്കലായിട്ട് നട്ട കാബേജാ. ഒരു ചാക്കിൽ ഫുള്ള് കരിയില നിറച്ച് കിടത്തിയിട്ട് ഹോൾസ് ഉണ്ടാക്കി നട്ടതാ. കണ്ടോ ഉഷാറായി വരുന്നത്. ഇത് വേറൊരു പ്രായക്കാരാ. അങ്ങനെ ഓരോ പ്രായക്കാരാ എൻ്റെ കയ്യിൽ. കാരണം എനിക്ക് ഓരോ സമയത്ത് ആ തൈ കിട്ടുന്നത് കണ്ടോ. ഇതിനൊക്കെ ഇടയ്ക്കൊരു പറ്റിയ ഒരു അബദ്ധം എനിക്ക്, അതിനൊക്കെ മറികടന്ന് ഉഷാറായി വരുന്നുണ്ട്. അബദ്ധം ഞാൻ പറയില്ല, എനിക്ക് പറ്റിയത്. ഞാൻ തന്നെ തളർന്നുപോയി കണ്ടപ്പോ. കണ്ടില്ലേ, ഇപ്പൊ രണ്ടാമത് ഉഷാറായി വന്നു. ഇത് ഞാൻ ഒരു സിമന്റ് ചാക്കിൽ കാബേജ് നട്ടിട്ട് കാബേജ് വിളവെടുത്ത് കഴിഞ്ഞതാ. കഴിഞ്ഞപ്പോ ഞാൻ അതിന്റെ കുറ്റി ഇവിടെ വെച്ചു. ആ കുറ്റി കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ലതാ. ആ കുറ്റിയായത്, അടിയിൽ കുറ്റി കണ്ടോ. അങ്ങനെ ഇത് ഒരു മാസം കഴിയുമ്പോൾ ഇതിൽ ചുറ്റും കാബേജ് തൈ വരും. കാബേജ് തൈ വന്നത് ഞാൻ ഇങ്ങ് പറിച്ച് കാണിച്ചു തരാം. പിന്നെ ഒരു തൈ അയിമേൽ വെച്ചാൽ എന്താ അറിയോ, അത് നല്ല ശക്തിയിലുണ്ടാവും. ഒന്നട വെക്കുക, ബാക്കി എല്ലാം ഇങ്ങോട്ട് പറിച്ചെടുക്കുക. കണ്ടോ തൈ ഉണ്ടായ കണ്ടോ. ഈ തൈ ഞാൻ എന്താക്കുന്നറിയോ, ഈ തൈ ഇത് വേറെ പഴയതാണ്, ഇതിന്റെ മുമ്പ് മുളച്ചതാ. അത് ഞാൻ ഒരു പ്ലാവിന്റെ ഇലയിലേക്ക് കുത്തി വെച്ച് മുളപ്പിക്കണം. കാരണം വേര് വരുത്തണം. ഇതിന്റെ ഒന്ന് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് വേര് വരുത്തിയാലേ നമ്മൾക്ക് പിന്നെ വെയിലത്ത് നടാനാവുള്ളൂ. അങ്ങനെ ഉണ്ട് ഇതിന്. വേര് കണ്ടോ ഉണ്ടായത്. നിങ്ങൾ വേര് കാണുന്നുണ്ടോ? അതൊക്കെ വേര് പ്ലാവിന്റെ ഇലയിലേക്ക് ഞാൻ കുത്തി വെച്ചതാ. അങ്ങനെ കുത്തി വെച്ചിട്ട് ഇന്ന് ഇതാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നടന്ന് കാണിക്കുന്നത്. എൻ്റെ കാബേജ് ഇങ്ങനെ വണ്ണം വെക്കാൻ കാരണം എന്താ ചോദിക്കുന്നില്ലേ, കേട് വരാണ്ടക്കാനോ കാരണം അത് ഞാൻ എൻ്റെ പോട്ടി മിക്സ് കാണിച്ചു തരാം കേട്ടോ. വേറെ ഉണ്ട് തൈ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നതാ. വേറെ ഒരു തൈ വേണമെങ്കിൽ ആ തൈ വേറെ പറിച്ചിട്ട് ഈ ഇവിടെ തന്നെ നട്ടു കൊടുത്താൽ വേര് വന്നോളൂ. വേര് വന്നു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് നടാലോ, പേടിക്കാനേ വേണം. വാടിപ്പോന്നുള്ള പേടിയെ വീണ്ടും ഉണ്ട്. കൊറേ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ തൈ അങ്ങ് വിളവെടുത്ത് കഴിഞ്ഞാൽ, അല്ല പറിച്ച് കഴിഞ്ഞാൽ അങ്ങക്ക് തിരിയും. ഒന്ന് ഞാൻ അതിമേൽ വെക്കുന്ന എന്താ അറിയാ, ആ ഒറ്റ ഒന്ന് നല്ല ഉഷാറുണ്ടായിക്കോളൂ.
ഇനി ഇതിന് എന്തെങ്കിലും ചുരുളിച്ച വന്നാൽ അതിനുള്ള മരുന്ന് എൻ്റെ ചാനലിലുണ്ട്. നിങ്ങൾ സ്ഥിരമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടും ആ മരുന്ന്. പിന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ 2 ആഴ്ച വെയിലൊള്ളിക്കരുത് കേട്ടോ. വെയിൽ തൊടിക്കാനേ പറ്റില്ല, ഐസി കൊണ്ടുവെക്കണം. എന്നാൽ മാത്രമേ ഇത് വരുള്ളൂ, അല്ല വാടിപ്പോവും. കണ്ടോ, ഇത്രയും ഞാൻ ഇതിമെന്ന് വീണ്ടും പറിച്ചും തോറും ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ മുളച്ച് വരിക. ഇനി ഈ തൈയില്ലേ, ഈ തൈ ഞാൻ അവിടെ വെക്കും. ഈ തൈ ഇത് പെർമനന്റാ, ഇത് ഞാൻ അവിടെ വെക്കും. ഇത് നിന്നിട്ട് ഉഷാറിൽ വരും. ഇതെല്ലാം 2-3 ദിവസം തെളിഞ്ഞ് വന്ന് മെല്ലെ മെല്ലെ വേര് വരും. ഇപ്പൊ ഇതിന്റെ മുമ്പ് ഞാൻ പറിച്ചിട്ട് വെച്ചത് ഞാൻ പറഞ്ഞു ഇതിൽ വേര് വന്നു എന്നുള്ളത്. ഇതാ ഞാൻ നടാൻ പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നില്ല എനിക്ക് ഇവിടുന്ന് കാബേജ് തൈ കിട്ടിയെന്ന് എൻ്റെ പ്രിയപ്പെട്ടവർ കണ്ടില്ലേ. അപ്പൊ നമ്മള് ഒരു കാബേജ് തൈ നഴ്സറിന്ന് വാങ്ങുക. ഞാനൊരിക്കലും എനിക്ക് കാബേജ് തൈ വാങ്ങേ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റിൽ എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചിരുന്നു. അതിൽ ഞാൻ തോറ്റു. എനിക്ക് ഫസ്റ്റിൽ കാബേജ് പൈസ കൊടുത്ത് വാങ്ങിയതാ, ഒരു തൈ ഇങ്ങ് വാങ്ങിയതാ. പിന്നെ പലരും കടയിൽ നിന്ന് വാങ്ങിയ കാബേജ് മുളച്ച് വരുമോന്ന്. അതിപ്പോ കുറ്റി വേണ്ടേ, കുറ്റിമലല്ലേ കാബേജ് തൈ വരുന്നത്, അതുകൊണ്ട് അത് മുളക്കൂര കേട്ടോ. പിന്നെ എനിക്ക് എവിടുന്ന കിട്ടുന്നത് ഇപ്പൊ ഞാൻ ലൈവായിട്ട് കാണിച്ചിരുന്നില്ലേ. ഇനി ഇതൊക്കെ ആളായി വരുമ്പോ ഞാനൊരു വേറെ പാത്രത്തിലേക്ക് നടും. അങ്ങനെ ഇതിങ്ങനെ ആളായി വലുതായി വലിയ കാബേജായി പൊട്ടിച്ചിട്ട് ഇതിന്റെ ചുറ്റും വീണ്ടും തൈകൾ വരും. അങ്ങനെ എനിക്ക് ഇങ്ങനെ പരമ്പര നിൽക്കാതെ അങ്ങോളം കിട്ടും. മഴക്കാലാണെങ്കിൽ നമുക്ക് മഴയത്ത് വെക്കണ്ട, വീടിന്റെ ഇറയത്തും വെച്ചൂടെ സിമെന്റ് ചാക്കില്. അങ്ങനെ നല്ലോണം ഉണ്ടാവും. അപ്പൊ ഞാൻ ഇങ്ങനെ ക്ലിയറിൽ പറഞ്ഞിരുന്നത് എന്താ അറിയോ, എൻ്റെ പ്രിയപ്പെട്ടവർ ഞാൻ ചെയ്യും പോലെ ചെയ്യുന്നവർ, അതെനിക്കറിയാം. കരിയില കമ്പോസ്റ്റ്, വളം, മരുന്ന്, നടുന്നത്, കരിയിലിട്ട് നടുന്നത്, സിമെന്റ് ചാക്ക് നമ്മളിതൊക്കെ ചില്ലിക്കാശ് മുടക്കാത്ത പച്ചക്കറിയാ. അപ്പൊ ഞാൻ ഇനി നിങ്ങൾക്കെല്ലാം ഞാൻ കാണിച്ചു തന്നു കേട്ടോ, നട്ടതും വലുതാവുന്നതും പിന്നെ വണ്ണം വെച്ചതും എല്ലാം. ഇനി ഞാൻ നടുന്നത് ഇതിന് എടുത്തിട്ട് പോട്ടി മിക്സ് കാണിച്ചു തരാം കേട്ടോ. എന്നാ വരും. ഇനി ഞാന് നടാൻ പോകുന്നത് ഇതാ ഈ സിമെന്റ് ചാക്കിലാ. ഈ സിമെന്റ് ചാക്ക് വൃത്തിയൊന്നും ഉണ്ടാവും, ഞങ്ങളൊന്നും വിചാരിക്കരുതേ. കാരണം എന്താ അറിയോ, ഇത് ഞാൻ ഉരുളക്കിഴങ്ങ് വിളവെടുത്ത ചാക്ക. ഉരുളക്കിഴങ്ങ് നമുക്ക് ഒരു സിമെന്റ് ചാക്ക് ഉണ്ടല്ലോ, അങ്ങനെ ഒന്നും പരിക്ക് പറ്റാത്തൊക്കെ ആണെങ്കിൽ, കുറച്ച് പുതിയതൊക്കെ ആണെങ്കിൽ 2-3 കൊല്ലം നിൽക്കൂ. നമുക്ക് പൈസ കൊടുത്തൊന്നും വാങ്ങണ്ട. എൻ്റെ കൃഷിയിലോട്ട് ഇറങ്ങിയിട്ട് എല്ലാം നിങ്ങൾക്ക് നല്ലോണം പച്ചക്കറി കിട്ടും. കാരണം പൈസ കൊടുക്കണ്ട, വീട്ടുകാരെ ബുദ്ധിമുട്ടാക്കേ വേണ്ട. അപ്പൊ നമുക്ക് എല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ, സപ്പോർട്ട് ഉണ്ടാവും. അപ്പൊ ആദ്യം തന്നെ ഇതില് നമ്മൾ ചകിരി ഇടുക. ഈ ചകിരി ഇടുന്നത് എന്തിനാ വെച്ചാൽ മണ്ണ് കുത്തി ഒലിച്ച് പോവാണ്ടക്കാൻ. അങ്ങനെ മണ്ണ് കുത്തി ഒലിച്ച് പോകുമ്പോൾ ആ ഹോൾസ് അടഞ്ഞു പോയാൽ വെള്ളം കെട്ടി നിൽക്കൂ. വെള്ളം കെട്ടി നിന്നാൽ ചെടി വാടിപ്പോവും. അതിന് വേണ്ടിയാണ് നമ്മൾ ചകിരി ഇടുന്നത്. ഈ ചകിരി എനിക്ക് ബെഡ് പൊളിച്ചതാട്ടോ. എപ്പോൾ ഞാൻ പറയൂ, എന്നെ കളിയൊക്കെ എല്ലാവരും, ഒരു ബെഡ് പൊളിച്ച് എത്ര കിട്ടൂ, ഇനിയും ഉണ്ട് ബെഡ് പൊളിക്കാൻ. അതാണ് ഇത് കേട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെ വ്യക്തമായിട്ട് പറയുന്നത് എന്താ അറിയോ, ഫസ്റ്റിൽ എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഈ ബെഡ് പൊളിച്ചതാന്ന് പറഞ്ഞാൽ ഒരിക്കൽ ആ മൈൻഡ് വരും, അങ്ങനെയൊക്കെ ഉണ്ടല്ലേ, എന്നാ എൻ്റെ കത്തിക്കണ്ടല്ലോ എന്ന് പറയും, കൃഷിയിലോട്ട് എടുക്കൂ. അങ്ങനെ ഞാൻ ഇത് വെച്ചു കേട്ടോ. ഇനി അടുത്ത് ഞാൻ ഉണ്ടുന്നത് കരിയിലയാ. എൻ്റെ കരിയില കണ്ടിട്ട് നിങ്ങൾ ചിരിക്കും. ഇതാ എൻ്റെ കരിയില, അതാണ് ബോഗൺ വില്ലന്റെ കരിപ്പൂവാ. ഇത് പൂവ് ഇതാ, ഇഷ്ടംപോലെ പൂവ് ഇത്തിറ കിട്ടുക. ഞാൻ കുത്തിയമർത്തില്ല, രാവിലെ അടിച്ചു വരുമ്പോ ഞാൻ എടുത്തേക്കല. എന്നിട്ട് നമുക്ക് പുറത്തൊന്നും പോകണ്ടല്ലോ, മിഠായിത്തോടൊക്കെ റോട്ടുമെന്ന് പാറി വരും. ആ കപ്പ മാറ്റിക്കൊള്ളണം, പ്ലാസ്റ്റിക് ഇതിന് പറ്റൂല. ഭൂമിക്ക് ശാപാന്നാ പറഞ്ഞത് പ്ലാസ്റ്റിക്. ചില സംഗതിക്ക് നമുക്ക് പ്ലാസ്റ്റിക് നിർബന്ധമാട്ടോ. ഇങ്ങനെ അങ്ങിട്ടു, ഇങ്ങനെ ഇട്ട് ഇനി ഞാൻ കുറച്ച് മണ്ണിടട്ടെ. ഈ മണ്ണിൽ ധാരാളം സൂക്ഷ്മ ജീവികളുണ്ട്. ആ ജീവികൾ എല്ലാം നമ്മളിട്ട പോട്ടി മിക്സൊക്കെ പെട്ടെന്ന് വളാക്കി മാറ്റാനുള്ള കഴിവുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാല് മണ്ണായി മാറിക്കഴിഞ്ഞാൽ മണ്ണ് പാറ പോലെ ഉറക്കൂല. പാറ പോലെ ഉറച്ചില്ലെങ്കിൽ വേരിന് നെട്ടോട്ട് ഓടാൻ കഴിയും. നെട്ടോട്ട് ഓടിയാൽ വേരാണല്ലോ ജലവും ലവണങ്ങളും ഒക്കെ വലിച്ചെടുത്ത് ചെടിക്ക് കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വളരും ചെയ്യും, നല്ല ശക്തിയും ആരോഗ്യത്തിലുണ്ടാവും. തളിര് വരും, ഇല വരും, പൂ വരും, കായ ഉണ്ടാവും, ഒക്കെ എല്ലാം നമുക്ക് വേണ്ടേ. അപ്പൊ അതിനൊക്കെ നല്ല ഒരു പരിഹാര മാർഗമാണ് ഈ കരിയിലിടുന്നത്. പിന്നെ കരിപ്പൂവാടുന്നത് ഇത് ഓരോ ദിവസവും തീർന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. എന്നിട്ട് വീണ്ടും ഞാൻ കുറച്ച് മണ്ണിടുന്നു. ഞാൻ ഇടുന്ന പോലെ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിച്ചു തരിക. ഞാൻ ഇടുന്ന പോലെ
ഇത് ഇട്ടു ഒന്ന് ലെവല് ചെയ്താലുണ്ടല്ലോ എല്ലാവർക്കും മൊത്തം വേരിങ്ങനെ സ്പ്രെഡ് ചെയ്യാണല്ലോ അപ്പൊ എല്ലാവർക്കും കിട്ടിക്കോളും. അതിന് വേണ്ടിയിട്ട് ലൂസ് മണ്ണായി കിട്ടും. ഇനിയാണ് നമ്മൾ അടുത്ത പവർഫുൾ കരിയില കമ്പോസ്റ്റ്. എൻ്റെ പവർഫുൾ കരിയില കമ്പോസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതാ ഒക്കെ പൊടിഞ്ഞു പോയിന് പഴയതായിട്ട്. ഇതങ്ങിട്ട മൊത്തത്തിൽ അങ്ങനെ കരിയില കമ്പോസ്റ്റ് ഇട്ടാൽ എന്താ ഗുണം അറിയോ? ഈ കരിയില കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അടുക്കളയിലെ പച്ചക്കറി മുറിച്ചിട്ട് വേസ്റ്റ് ഇടുമല്ലോ, അങ്ങനെ ആകുമ്പോൾ ധാരാളം വിത്തുകൾ ഉണ്ടാവും. ആ വിത്ത് നമ്മൾ ഇത് ഇട്ട് നനച്ചു കഴിഞ്ഞാൽ പിന്നെ ശക്തിയിൽ വിത്ത് ഇങ്ങ് മുളച്ചു വരും. അപ്പോൾ എന്തൊക്കെ മുളച്ചു വരും? കാബേജ് അല്ല, കാബേജ് മുളച്ചു വരും. അതിൻ്റെ എന്താ ഉണ്ടാകുക? തക്കാളി, വഴുതിന, പച്ചമുളക്, പയറ്, ചീര എല്ലാം മുളച്ചു വരും. എല്ലാം നമുക്ക് ആരോഗ്യമില്ല. നമുക്ക് നഴ്സറിയിലൊന്നും പോയി തൈ വാങ്ങണ്ട. അങ്ങനൊക്കെ ഉണ്ട് ഇതിന്റെ ഗുണോ, കരിയില കമ്പോസ്റ്റിന്റെ ഗുണമാണ് ഒക്കെ. ഞാൻ വീണ്ടും കുത്തി അമർത്തിയിട്ട് മൊത്തം വീണില്ല. എന്താ എന്താണ് പൂക്കൾ അതൊക്കെ, അതൊക്കെ എന്റെ പൂക്കളാ. അടിയിൽ റൗണ്ടാക്കി കെട്ടുന്നത് ഞാൻ പറയാൻ വിട്ടുപോയ. റൗണ്ടാക്കി കെട്ടിയാല് ഇങ്ങനെ ചെരിഞ്ഞ് വീണു പോരാ. അങ്ങനൊക്കെ ഉണ്ട് ഇതിന്. ഞാൻ ഗ്ലൗസ് ഇട്ടില്ല. ഗ്ലൗസ് ഇടാത്ത കാരണം എന്താ, എല്ലാം ഇവിടെ കുണ്ടുവച്ചല്ലോ. പിന്നെ ഞാൻ അടിച്ചു വാരിയ പൂവാണല്ലോ ഇട്ടുന്നത്. അതുകൊണ്ടാട്ടോ കരിയിലങ്ങൾ വാരുമ്പോ ഗ്ലൗസ് ഇടണേ. ഗ്ലൗസ് ഇട്ടില്ലെങ്കിൽ ഒരു കുത്ത് കിട്ടിയാ കഴിഞ്ഞ്. പച്ചക്കറിയും വേണ്ട. ഞാനിട്ട് കരിയിലിന്റെ പകരം എന്റെ പൂവാണല്ലോ. എന്നാ പൂവ് കിട്ടുന്ന സ്ഥലം അതൊക്കെ. ഇതിപ്പോ നമ്മളെ ഭംഗിക്ക് വേണ്ടി മാത്രല്ല കേട്ടോ, നമുക്ക് വളം തരുന്നുണ്ട്. ഈ ഇലയും ഈ പൂവ് എപ്പം വീഴല, എന്നാൽ അതുപോലെ ഇരട്ടി ഉണ്ടാവുകയും ചെയ്യും. ഇത് നമുക്കൊരു പോസിറ്റീവ് എനർജി ആട്ടോ. രാവിലെ എഴുന്നേറ്റ ഇങ്ങനെ പൂക്കൾ കാണുക എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, പൂക്കൾ നമ്മളെ കാണാൻ കണ്ണിന് കുളിർമ തരൂ, വളം തരൂ. നമുക്ക് എല്ലാം കൂടി ഉഷാറായി നമുക്കൊരു മാനസികാരോഗ്യം. രാവിലെ തന്നെ ഒരു പോസിറ്റീവ് എനർജി വന്ന് ആ ദിവസം തന്നെ പോസിറ്റീവായി മാറും. അങ്ങനെ കണ്ടതിന് കൃഷി എടുക്കുക എന്ന് പറഞ്ഞ ഒരു ഇബാദത്താണ്, ഒരു സംസ്കാരമാണ്. എൻ്റെത് കണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ എത്ര ആൾ എടുക്കുന്നുണ്ട് അറിയോ? ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ 5 കൂട്ടർ എൻ്റെ അടുത്ത് വന്നു. എന്നെ റുക്കിയാസുകളുടെ അല്ലേന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത് വന്നു, കെട്ടിപ്പിടിക്കുന്നു. പിന്നെ ഞാൻ ഒരാൾ എന്നോട് പറഞ്ഞ് തനൂജ എന്നോട് പറഞ്ഞ് ഓരോരുത്തർ ഞാൻ വരുന്നൊക്കെ ഞാൻ റീൽസ് ഇടാറുണ്ടല്ലോ, അപ്പോൾ അവർ കെട്ടിപ്പിടിക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ തനൂജ അറിയാം എപ്പോഴെങ്കിലും ഒന്ന് കണ്ടാൽ എനിക്ക് കെട്ടിപ്പിടിക്കണ്ടേ. അങ്ങനെ ആ ചാൻസ് ഞങ്ങൾ പഠിച്ചോ ഞങ്ങൾ തന്നു. ഞങ്ങൾക്ക് നോമ്പ് നോറ്റിട്ട് ഞങ്ങൾ രണ്ടാളും തമ്മിൽ കണ്ട് കെട്ടിപ്പിടിച്ചു. തനൂജ നല്ലൊരു കൃഷിക്കാരി, നല്ല വിദ്യാഭ്യാസം ഉണ്ട്. ഒന്നാമത് എന്നെ ഇഷ്ടപ്പെടാൻ കാരണം തനൂജ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു പോലും ടീച്ചർ ആവാൻ. അങ്ങനെ തനൂജ ഡിഗ്രി വരെ പഠിച്ചു, കല്യാണം കഴിഞ്ഞു. പിന്നെ ആ ഫീൽഡ് അങ്ങ് ഒഴിവാക്കി. ആ ആഗ്രഹം പൂവണിഞ്ഞില്ല. അപ്പോൾ ഞാൻ ടീച്ചറാന്ന് കണ്ടപ്പോൾ എന്നെ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ തനൂജ ടീച്ചറായില്ലെങ്കിൽ ജീവിതം വിജയിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 5 ആൾക്കാരെ എന്നെ കണ്ടു എന്ന് പറയാം നമ്മളെ യൂട്യൂബ് കുടുംബത്തിലെ. ഇനി ഞാൻ നടാൻ പോകുമ്പോൾ നമ്മൾ എന്താക്കണം അറിയോ? മണ്ണിടണം. അപ്പൊ ഇതിലിട്ടതൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇതൊന്നും ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതിലൊന്നുമില്ല. മണ്ണിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നടാൻ പോകുക. നടുമ്പോ ഞാൻ പറഞ്ഞല്ലോ, ഇത് മുമ്പത്തതാണ്. ഇത് വേര് വന്നതാ. ഇതെങ്ങനെയാണ് വേര് വരുത്തുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാനൊരു പ്ലാവില എൻ്റെ പ്രിയപ്പെട്ടവർക്ക് കാണാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. പ്ലാവിൻ്റെ ഇല കിട്ടാത്ത ഒരാളും ഉണ്ടാവില്ല. അതിങ്ങനെ കുമ്പിള് കുത്തുക. അങ്ങനെ കുമ്പിള് കുത്തിയിട്ട് ഞാനിവിടെ കുണ്ടിച്ചല്ലോ. കുമ്പിള് കുത്തിയിട്ട് ഈർക്കിളിയും പ്ലാവിനെയും കിട്ടാത്ത ഒരാളും ഉണ്ടാവില്ല. നമ്മളെന്തിനാ പ്ലാസ്റ്റിക്കിന്റെ അതൊക്കെ നടുന്ന്? ഇതെന്ത് സൂപ്പറാ അറിയോ? ഇതിൽ പയറിട്ടേക്ക് കുമ്പിള് കുത്തിയിട്ട് ഞാൻ കുറച്ച് മണ്ണ് ഇടട്ടെ കേട്ടോ. മണ്ണെല്ലാം കുണ്ടച്ചതാ. ഞാൻ മണ്ണിക്കൊരു ടിപ്പർ മണ്ണിറക്കിയിട്ടുണ്ട്. ഇതിങ്ങനെ ഇത് കുറച്ചിങ്ങോട്ട് എടുക്കട്ടെ. നമ്മളിത് കുത്തിയിട്ട് ഇനി നമുക്ക് ഇതിമെന്നൊക്കെ പറിച്ച് വെച്ച് ഞാൻ കാണിച്ചതാണല്ലോ എൻ്റെ പ്രിയപ്പെട്ടവരെ. പറിച്ചെടുത്തതാ അതിതാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇങ്ങനെ കുത്തുക. ഇങ്ങനെ കുത്തി വെച്ചിട്ട് പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുന്നത്, ഇത് വെയിൽ കൊള്ളിക്കരുത്, നിങ്ങൾ നനച്ചും വെക്കുക. അങ്ങനെ ആയാൽ നല്ല നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന കാബേജിനേക്കാളും വലുപ്പും ആരോഗ്യവും കാഴ്ചക്ക് ഭംഗിയും
തൂക്കമുള്ളത് കിട്ടും. ഇതാ ഇത് ഞാൻ നനച്ചട വെക്കും. ഇനി ഈ കൂർപ്പില്ലേ വെടി നിൽക്കൂല, ഇങ്ങനെ അങ്ങോട്ട് വീഴും. അതിന് നമുക്ക് എന്താ ചെയ്യുന്ന മാർഗം അറിയോ? നമുക്ക് ഈ ചട്ടിന്റെ ഇതിന്റെ ചുറ്റും അങ്ങ് വെച്ചു കൊടുക്കുക, കുഴിച്ചിട്ട് ഇങ്ങനെ അങ്ങ് വെച്ചു കൊടുക്കുക. അതവിടെ നിന്നോളൂ. അവിടെ നിന്ന് കഴിഞ്ഞാൽ സൂപ്പറായി. ഇനി ഞാൻ നടട്ടോ. നടുമ്പോ മണ്ണ് പോരാൻ തോന്നുക, കുറച്ചുകൂടി മണ്ണിട്ടാട്ടെ. ഞാൻ കുറച്ചും കൂടെ മണ്ണിട്ടാട്ടെ. ഇപ്പൊ എനിക്ക് മണ്ണിന് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ട്രാക്ടർ കൊണ്ടുവച്ചത് കൊണ്ട് എനിക്ക് നല്ല സുഖ. അങ്ങനെ മണ്ണ് അതിന്റെ പോട്ടി മിക്സ് എല്ലാം ഇട്ട് നല്ലൊരു ആരോഗ്യമുള്ള വേര് വന്ന വേരുകൾ കാണുന്നുണ്ടോന്ന് അറിയില്ല. അതിന്റെ വെള്ള കളറൊന്നും ആയിട്ടില്ല. ഇതാ ഇവിടെ ഇതാ വരുന്നു, ഉള്ളിൽ നിറച്ച് വരാ. നടട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നല്ല ഉഷാറായിട്ടുണ്ടാവട്ടെ. എനിക്ക് മാത്രല്ല, എൻ്റെത് കണ്ട് ഇതുപോലെ കൃഷി ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ എല്ലാവരും ഉഷാറായി ഉണ്ടാവട്ടെ. ഇത്രേ ഉള്ളൂ. ഇത് ഞങ്ങൾ ആക്കി കഴിഞ്ഞാല് പിന്നെ നമ്മളുണ്ടല്ലോ ഫുള്ളായിട്ട് നിറക്കരുത്. ഫുള്ളാക്കി നിറച്ചാലുള്ള പോട്ടി മിക്സ് നിറച്ചാല് നമ്മൾ നനക്കുമ്പല്ലേ പുറത്തേക്കാ പോണം, ഉള്ളോട്ട് പോകൂല. അപ്പൊ നമ്മൾക്ക് ഇത്രേ വേണ്ടു. ഇത് നമുക്ക് വേണം ഇങ്ങനെയൊക്കെ ഇതാക്കി വെക്കാം. സിമെന്റ് ചാക്കാകുമ്പോ നല്ല വിസ്താരം, നല്ല വേര് പിടിക്കും. നല്ല വേര് ഓട്ടം കിട്ടിയാലുണ്ടല്ലോ ചെടികൾക്ക് തന്നെ നല്ല ഉഷാറിലുണ്ടാവും, വിസ്താരം കിട്ടലുണ്ടാവും. അപ്പോൾ അത് ശീതകാല ചെടിയാണെങ്കിൽ ഇപ്പോഴും നടാട്ടോ. അപ്പൊ ഞാന് വിജയകരമായിട്ട് ഒരു തൈ നട്ട് കഴിഞ്ഞ് ഞാൻ കുറച്ചും കൂടി മണ്ണിട്ടാട്ടോ. അതിൻ്റെ ഞാന് മണ്ണിടുന്ന എന്താന്ന് വെച്ചാല് ഇല മണ്ണിൽ മൂടിക്കോട്ടെ, ഇനി അത് കമ്പോസ്റ്റ് ആയിക്കോട്ടെ. ഇനി എന്നാലും ഇത് അപ്പൊ നമുക്ക് വേറൊരു അനക്കല്ല, അനക്കുന്നില്ല. നമ്മള് ഈ നടാൻ വിവരമില്ലാത്ത, എനിക്കൊന്നും നടാൻ അറിയില്ല എന്ന് പറയുന്നവർക്കൊക്കെ എങ്ങനെയാണ് ചെയ്യുക? ഞാൻ നനച്ചാട്ടോ. ഇങ്ങനെ ഞാനിതാ നനച്ച് കാണിച്ചു തരുന്നു. ഒക്കെ സ്പോട്ടിൽ തന്നെ ചെയ്താലുണ്ടല്ലോ, നമ്മൾ മറന്നുപോയൊന്നുമില്ല. ഇങ്ങനെ അങ്ങ് ചെയ്താല് ഇത് കുറച്ച് നനച്ച് കഴിഞ്ഞിട്ട് കുറച്ച് അമർന്നു കഴിഞ്ഞാൽ നമുക്ക് വീട് ദിവസം അടിച്ചു വരുമ്പോ കിട്ടിയതല്ലേ ഈ പൂക്കളൊക്കെ കരിയിലയൊക്കെ. അപ്പോൾ ഞാൻ നട്ട് കഴിഞ്ഞു. അപ്പോ ഇവിടെ നട്ട് വിശദമായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എൻ്റെ കാബേജ് ഇതിപ്പോ എൻ്റെ മുറ്റത്തുള്ളത് ഞങ്ങളെ കാണിച്ചു. എൻ്റെ തറവാട്ടും അവിടെയുള്ള കാബേജ് ഒന്നും കാണിക്കാൻ കഴിഞ്ഞില്ല, ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.